ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. എയർപോർട്ടിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ ഒരു തവണയെങ്കിലും കയറിയിട്ടുള്ള, അല്ലെങ്കിൽ കയറാനിരിക്കുന്ന, അല്ലെങ്കിൽ യൂഷ്വലി യാത്ര ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും. സോ നമുക്ക് എയർപോർട്ടിൽ അത്യാവശ്യമായി യൂസ് ചെയ്യേണ്ട കുറച്ച് കോമൺ ഫ്രേസസും അതുപോലെ തന്നെ സെൻറ്റൻസസുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ എവിടെയാണ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ? നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാണെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എങ്ങനെയാണ് എവിടെയാണ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ എന്ന് ചോദിക്കുക? എവിടെ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? വേറൊന്ന് പറയും അല്ലേ? സോ എവിടെയാണ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ? വേർ ഈസ് ദ ചെക്ക് ഇൻ കൗണ്ടർ ഫോർ മൈ ഫ്ലൈറ്റ്? വേർ ഈസ് ദ ചെക്ക് ഇൻ കൗണ്ടർ ഫോർ മൈ ഫ്ലൈറ്റ്? ക്ലിയർ? സോ അടുത്തതായിട്ട് നമുക്ക് ചോദിക്കേണ്ടത്, ഈ ഫ്ലൈറ്റിൻ്റെ വിവരങ്ങളെല്ലാം കാണിക്കുന്ന സ്ക്രീൻ ഉണ്ടാവും, അത് എവിടെയാണെന്ന് ചോദിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇൻഫോർമേഷൻ ഡിസ്പ്ലേ സ്ക്രീൻ എന്ന് പറയും. ഈ ഫ്ലൈറ്റ് ഇൻഫോർമേഷൻ ഡിസ്പ്ലേ സ്ക്രീൻ എവിടെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഫ്ലൈറ്റ് വിവരങ്ങൾ കാണിക്കുന്ന സ്ക്രീൻ എവിടെയാണ് എന്ന് എന്നെ കണ്ടെത്താൻ സഹായിക്കുമോ? ഫ്ലൈറ്റ് ഇൻഫോർമേഷൻ ഡിസ്പ്ലേ സ്ക്രീൻ എവിടെയാണ് എന്ന് എന്നെ കണ്ടെത്താൻ സഹായിക്കുമോ? സോ എങ്ങനെ ചോദിക്കാം? Can you help me to find the flight information display screen? Can you help me to find the flight information display screen? Clear? So നമുക്ക് ഒരുപാട് ലഗേജ് ഉണ്ടാവും. അപ്പോൾ ഈ ലഗേജ് ഒക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ട്രോളിയുടെ ആവശ്യം വരും. ആ ട്രോളി എവിടെയാണ് ലഭിക്കുക എന്ന് എങ്ങനെ ചോദിക്കും? ലഗേജ് ട്രോളി എവിടെയാണ് ലഭിക്കുക എന്നുള്ളതിന് നമ്മൾ ഗെറ്റ് എന്ന് പറയും. എവിടെയാണ് എന്നുള്ളതിന് വേറെന്നും പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? Where can I get a luggage trolley? എങ്ങനെയാണ്? Where can I get a luggage trolley? Clear? So നമ്മുടെ ചെക്ക് ഇൻ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. സോ എത്ര മണിക്കാണ് എൻ്റെ ചെക്ക് ഇൻ ക്ലോസ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ എപ്പോൾ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ എപ്പോൾ അടയ്ക്കും? വാട്ട് ടൈം, എപ്പോൾ എന്നുള്ളതിന് ഒന്നുകിൽ വെൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഏത് ടൈമാണെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചോദിക്കും? വാട്ട് ടൈം എന്ന് പറയും അല്ലേ? സോ വാട്ട് ടൈം ഡസ് ദ ചെക്ക് ഇൻ ക്ലോസ് ഫോർ മൈ ഫ്ലൈറ്റ്? വാട്ട് ടൈം ഡസ് ദ ചെക്ക് ഇൻ ക്ലോസ് ഫോർ മൈ ഫ്ലൈറ്റ്? സോ നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോവാണ്. ആ സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ഡൗട്ട് വരും. നമ്മുടെ ബാഗിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പുറത്തെടുക്കണമെന്ന് എങ്ങനെയാ ചോദിക്കുക? എടുക്കുക എന്നുള്ളതിന് നമ്മൾ ടേക്ക് എന്ന് പറയും. സോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. Should I take out my laptop from the bag for security check? എങ്ങനെയാണ്? Should I take out my laptop from the bag for security check? Should I take out my laptop from the bag for security check? Clear? Should I take out my laptop from the bag for security check? സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടി എൻ്റെ ലാപ്ടോപ്പ് ബാഗിൽ നിന്ന് എടുക്കണം. ക്ലിയർ? സോ ഇനി നമ്മുടെ ഷൂസ് ആൻഡ് ജാക്കറ്റ് എടുത്തു മാറ്റണമെന്ന് എങ്ങനെയാ ചോദിക്കുക? സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ ഷൂസും ജാക്കറ്റും എടുത്തു മാറ്റണം. Do I need to remove my shoes and jacket for the security check? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, should I need എന്നും പറയാം, അല്ലെങ്കിൽ do I need എന്നും പറയാം. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? Do I need to remove my shoes and jacket for the security check? റിമൂവ് എന്ന് എന്തിനാണ് നമ്മൾ പറയുന്നത്? റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു മാറ്റുക. Okay, clear? So, do I need to remove my shoes and jacket for the security check? Clear? So, ഇനി സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം നമ്മുടെ വസ്തുക്കൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്ന് എടുക്കാം എന്ന് ചോദിക്കണം. എവിടെ നിന്ന് കളക്ട് ചെയ്യാം എന്ന് നമുക്ക് ചോദിക്കണം. സോ നമ്മുടെ വസ്തുക്കൾക്ക് നമ്മൾ എന്താ പറയുക? നമ്മുടെ ലഗേജ് ആൻഡ് വാട്ട് എവർ തിങ്സ് വി ഹാവ്, അതിന് നമ്മൾ എന്ത് പറയും? നമ്മുടെ വസ്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ബിലോങ്ങിങ്സ്. എന്താണ്? ബിലോങ്ങിങ്സ്. അപ്പോൾ ഈ നമ്മുടെ വസ്തുക്കളൊക്കെ എവിടെ നിന്നാണ് സുരക്ഷാ പരിശോധന കഴിഞ്ഞിട്ട് എടുക്കുക എന്ന് നമുക്ക് ചോദിക്കണം. Where can I collect my belongings after the security check? എങ്ങനെയാണ്? സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം എൻ്റെ വസ്തുക്കൾ എവിടെ നിന്നും എടുക്കാം? എവിടെ എന്നുള്ളതിന് വേറൊന്നും പറയും, വസ്തുക്കൾ എന്നുള്ളതിന് ബിലോങ്ങിങ്സും പറയുമെന്ന് പറഞ്ഞു. നമുക്ക് എടുക്കാം എന്നുള്ളതിന് നമ്മൾ കളക്ട് ചെയ്യാമെന്നും പറഞ്ഞു. സോ നമുക്കൊന്ന് സെന്റൻസ് ഫ്രെയിം ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? Where can I collect my belongings after the security check? Where can I collect my belongings after the security check?
ക്ലിയർ? ഇനി നമുക്ക് ചോദിക്കണം, ബോർഡിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഫ്ലൈറ്റിലോട്ടുള്ള ബോർഡിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ബോർഡിംഗ് എപ്പോൾ തുടങ്ങും? വാട്ട് ടൈം വിൽ ബോർഡിംഗ് സ്റ്റാർട്ട്? What time will boarding start? What time boarding start? What time will boarding start? What time എന്ന് പറഞ്ഞാൽ ഏത് സമയം, ഏത് ടൈം എന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ what time എന്ന് പറയുന്നത്. സോ what time will boarding start? ക്ലിയർ? ഇനി നമുക്ക് സപ്പോസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എയർപോർട്ടിൽ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് വി ഹാവ് നോ ഐഡിയ. ആ സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കാം അല്ലെ. എൻ്റെ ബോർഡിംഗ് ഗേറ്റ് എവിടെയാണ്? എൻ്റെ ബോർഡിംഗ് ഗേറ്റ് എവിടെയാണ്? Where is my boarding gate? Where is my boarding gate? Where is my boarding gate? Clear? സോ സപ്പോസ് ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ നമ്മുടെ ബോർഡിംഗ് പാസിന് വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ചോദിക്കും വേർ ഇസ് യുവർ ബോർഡിംഗ് പാസ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും ഇതാ എൻ്റെ ബോർഡിംഗ് പാസ് എന്നെങ്ങനെയാണ് നമ്മൾ പറയാം? നേരത്തെ നമ്മൾ ഇതാ എൻ്റെ ടിക്കറ്റ് ഐ ഡി എന്നും പറഞ്ഞില്ലേ, അതുപോലെ നമ്മളിങ്ങനെ പറയും ഹിയർ ഈസ് മൈ ബോർഡിംഗ് പാസ്, ഹിയർ ഈസ് മൈ ബോർഡിംഗ് പാസ്. സോ ഇനി നമുക്ക് എന്ത് ചോദിക്കാം? എൻ്റെ സീറ്റ് എവിടെയാണെന്ന് ചോദിക്കാലോ. എവിടെയാണ് എൻ്റെ സീറ്റ്? വേർ ഈസ് മൈ സീറ്റ് ലൊക്കേറ്റഡ്? വേർ ഈസ് മൈ സീറ്റ് ലൊക്കേറ്റഡ്? സോ അടുത്തായി നമുക്ക് ചോദിക്കേണ്ടത്, ലാൻഡ് ചെയ്തതിന് ശേഷം എവിടെ നിന്നാണ് എൻ്റെ ലഗേജ് എടുക്കാൻ കഴിയുക? ലാൻഡ് ചെയ്തതിന് ശേഷം ലഗേജ് എവിടെ നിന്നാണ് എടുക്കാൻ കഴിയുക? Where can I collect my luggage after landing? Where can I collect my luggage after landing? എടുക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? കളക്ട് എന്ന് പറയുക അല്ലേ? Where can I collect my luggage after landing? Where can I collect my luggage after landing? സപ്പോസ് നിങ്ങളുടെ ഈ ഒരു എൻ്റെ ജേണിയുടെ ഇടയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ലഗേജ് കാണാതാവുകയാണ്, അല്ലെങ്കിൽ മിസ്സാവുകയാണ്, ലോസ് ആവുകയാണ്. ആ സമയത്ത് നമുക്ക് ആരെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക? ആരെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ചോദിക്കാം അല്ലേ, ലോസ് ലഗേജിൻ്റെ ഹെൽപ്പ് ഡെസ്ക് എവിടെയാണ്, അല്ലെങ്കിൽ ലോസ് ആൻഡ് ഫൗണ്ട് ഹെൽപ്പ് ഡെസ്ക് എവിടെയാണെന്നൊക്കെ ചോദിക്കാം. കാണാതായ ലഗേജിനായി ഹെൽപ്പ് ഡെസ്ക് ഉണ്ടോ? ഈസ് ദർ എ ഹെൽപ്പ് ഡെസ്ക് ഫോർ ലോസ്റ്റ് ലഗേജ്? ഈസ് ദർ എ ഹെൽപ്പ് ഡെസ്ക് ഫോർ ലോസ്റ്റ് ലഗേജ്? ക്ലിയർ? സോ നമ്മൾ നമ്മുടെ ലഗേജ് എല്ലാം എടുത്ത് പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചോദിക്കാം? ടാക്സിയോ ക്യാബോ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക എന്ന് ചോദിക്കുക അല്ലെ. ടാക്സി അല്ലെങ്കിൽ ക്യാബ് സർവീസ് ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? ടാക്സി അല്ലെങ്കിൽ ക്യാബ് സർവീസ് എവിടെ നിന്ന് ലഭിക്കും? ടാക്സി അല്ലെങ്കിൽ ക്യാബ് സർവീസ് എവിടെ നിന്ന് ലഭിക്കും? എങ്ങനെ ചോദിക്കുക? Where can I find a taxi or cab service? എങ്ങനെയാണ്? Where can I find a taxi or cab service? Where can I find a taxi or cab service? Clear? സോ നമ്മൾ വേറൊരു കൺട്രിയിൽ പോകുമ്പോൾ നമ്മുടെ കറൻസി ആയിരിക്കില്ല, ഒബ്വിയസ്ലി നമ്മുടെ കറൻസി ആയിരിക്കില്ല. അപ്പം നമ്മുടെ കറൻസി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഇവിടെ ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? ഈസ് there a place to exchange currency? Is there a place to exchange currency here? Is there a place to exchange currency here? Is there a place to exchange currency here? Clear? സോ നമ്മൾ എയർപോർട്ട് കോൺവെർസേഷൻ അല്ലെങ്കിൽ എയർപോർട്ടിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം വരുന്ന കോമൺ ഫ്രേസസിൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സോ ബൈ ബൈ ഗൈസ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.